എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ബ്ലാക്ക് ഗാർലിക് എന്ന് കേട്ടിട്ടുണ്ടോ? അധികം ആരും അങ്ങനെ കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇത് കേരളത്തിൽ അത്ര അവൈലബിൾ ആയിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം ആരും കേൾക്കാനും സാധ്യതയില്ല. കറുത്ത വെളുത്തുള്ളി, അങ്ങനെയാണ് ഇതിനെ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇതിന്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതിനോട് ഉപരി ഇതൊരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പരിഹാരമാണ്. രോഗങ്ങളൊക്കെ മാറാനും കൺട്രോൾ ചെയ്യാനും, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട്, കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനും, ലിവർ ഫങ്ഷനിങ്ങിനും ഒക്കെ സഹായിക്കണ ഒരു ഐറ്റാണ് ഈ ബ്ലാക്ക് ഗാർലിക്. അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ആരും തന്നെ ഇതുവരെ ഈ ബ്ലാക്ക് ഗാർലിക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വിജയ സാധ്യത കുറച്ചധികം മുന്നിലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണാൻ നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബും കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാം കേട്ടോ. ആദ്യം നമ്മൾ ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ്, അതായത് വെളുത്തുള്ളിയാണ് ഇതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് വരണുള്ളൂ. വേറെ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ആദ്യം നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള വെളുത്തുള്ളി മേടിക്കാൻ നോക്കാം. ഒരു കിലോന് 75 രൂപ തൊട്ട് 68 രൂപയുടെ ഉള്ളിലൊക്കെ കിട്ടും. നല്ല ഹോൾസെയിൽ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കാം. പിന്നെ നമുക്ക് ഇതിനാവശ്യം ഒരു ഗാർലിക് ഫെർമെന്റർ മെഷീനാണ്. അത് ഏകദേശം ഒരു 8000 രൂപ തൊട്ട് ഒരു 20,000 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രൈസ് റേഞ്ചിൽ ക്വാളിറ്റി ഒട്ടും കുറവ് വരാതെ തന്നെ നിങ്ങൾ മേടിക്കാൻ നോക്കാം. ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ 5 ഡിഗ്രി സെൽഷ്യസിൽ 12 ദിവസം നിങ്ങൾ ഈ ഫെർമെന്ററിൽ ഗാർലിക് അടച്ചു വെച്ച് സൂക്ഷിക്കുക. അതിനുശേഷം പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ഗാർലിക്കായി മാറി. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. പിന്നെ അതിന് നല്ലൊരു പാക്കേജിങ്ങും നല്ല ബ്രാൻഡിങ് നെയിമും കൊടുത്തതിന് ശേഷം നമുക്കിത് മാർക്കറ്റിൽ എത്തിക്കാം. അപ്പൊ ഈ ഒരു കാര്യം മാത്രമേ ഇതിന്റെ പ്രൊസീജിയറായിട്ട്, അതായത് ഇത് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. നല്ല ക്വാളിറ്റിയിലുള്ള വെളുത്തുള്ളി തിരഞ്ഞെടുക്കുക. ഈ ഫെർമെന്ററിൽ 5 ഡിഗ്രി സെൽഷ്യസിൽ 12 ദിവസം അടച്ചു സൂക്ഷിച്ചതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. നല്ല പാക്കേജിങ് കൊടുത്ത് നമുക്കിത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. ആമസോണിലൊക്കെ ഇത് 75 ഗ്രാമിന് 449 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതൊരു 1 കിലോ, അതായത് 1000 ഗ്രാം വിൽക്കുകയാണെങ്കിൽ ഏകദേശം 6000 രൂപയുടെ താഴിൽ 5986 രൂപ കിട്ടും. പിന്നെ ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ആദ്യം ചെറിയ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20,000 രൂപയുടെ ഉള്ളിലുള്ള മെഷീൻ മേടിച്ച് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഇത് മേടിക്കാൻ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിക്കാൻ ആളുകൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന്റെ പ്രൊഡക്ഷൻ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നമുക്കൊരു വലിയ ഫെർമെന്റർ മേടിക്കാം. അതും നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും. 1,00,000 രൂപയുടെ ഉള്ളിൽ തന്നെ നല്ല വലിയ ഫെർമെന്റർ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള ലൈസൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് ആയ കാരണം നമുക്ക് FSSAI വേണം. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇത് കൊടുക്കണ കാരണം GST വേണം, പേക്കർ ലൈസൻസ് വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് ഏറ്റവും ചുരുങ്ങിയ ലോ ഇൻവെസ്റ്റ്മെന്റിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ, അതിനുശേഷം നമുക്ക് നന്നായി പ്രോഫിറ്റ് വരുന്നുണ്ട് എന്നതുണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ഫെർമെന്റർ മേടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കിത് കൊണ്ടുപോകാം. മെഷീൻസ് മേടിക്കുമ്പോൾ അതിനുള്ള ട്രെയിനിങ്ങും കൂടി അവർ നമുക്ക് തരും. പിന്നെ ഏറ്റവും വലിയ കാര്യം, അവർ ആ മെഷീൻസ് നമ്മൾ മേടിക്കുമ്പോൾ അവരതിന് നമുക്ക് എത്രത്തോളം നാള് അതിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മളൊരു മെഷീൻ മേടിക്കാൻ നോക്കാട്ടാ. പിന്നെ ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുക ഈ ഔഷധ മരുന്നുകളൊക്കെ വിൽക്കുന്ന കടയിൽ മാർക്കറ്റ് ചെയ്യാം, സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം, മെഡിക്കൽ ഷോപ്പുകളിൽ വിൽപ്പന ചെയ്യാം. അതിന് പുറമെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പുകളിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഓൺലൈൻ സെല്ല് ണെന്നുണ്ടെങ്കിൽ GST ആവശ്യമാണ്, അതാരും മറക്കരുത്. അപ്പൊ ഇത്രത്തോളം കാര്യങ്ങളിലൂടെ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനും പുറമെ ഇതിന്റെ ഗുണമേന്മയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആളുകളെ ബോധവൽക്കരിച്ചിട്ടുള്ള ഒരു പരസ്യം കൂടി ഇതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണ്ടറിഞ്ഞ് അന്വേഷിച്ച് വന്ന് മേടിക്കാനും കൂടി സാധ്യതയുണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള പുതിയ ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.